അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് 6 മാസത്തിന് ശേഷമാണ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയുടെ പ്രസ്താവന. ഇറാൻ ഇപ്പോഴും ആണവായുധങ്ങൾ വികസിപ്പിക്കാനും ജൂതരാഷ്ട്രത്തിനെതിരെ അവ പ്രയോഗിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് ഡേവിഡ് ബാർണിയ പറഞ്ഞു. ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള അഭിലാഷം ഇറാൻ ഉപേക്ഷിച്ചിട്ടില്ല. ആണവായുധം വികസിപ്പിക്കുന്നത് തുടരുക എന്ന ആശയം ഇപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ സ്പന്ദിക്കുന്നുണ്ടെന്നും ബാർണിയ കൂട്ടിച്ചേർത്തു. ലോകത്തെ കബളിപ്പിക്കാനും മറ്റൊരു ആണവ കരാർ യാഥാർത്ഥ്യമാക്കാനും കഴിയുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ അത് ഒരിക്കലും യാഥാർത്ഥ്യമാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്ത ഇറാന്റെ ആണവ പദ്ധതി ഒരിക്കലും സജീവമാകില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ബാർണിയ പറഞ്ഞു. ജെറുസലേമിൽ മൊസാദ് ഇന്റലിജൻസ് ഏജന്റുമാർക്കുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിലായിരുന്നു ബാർണിയയുടെ പരാമർശം. അതേസമയം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ ബാർണിയ പ്രശംസിക്കുകയും ചെയ്തു. ഇറാനെക്കുറിച്ച് ഇസ്രായേലി ചാരന്മാർ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളുടെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2026 ജൂണിൽ സ്ഥാനമൊഴിയാൻ ഇരിക്കവെയാണ് മൊസാദ് മേധാവിയുടെ വാക്കുകൾ. ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.